ലോകത്തുള്ളതെല്ലാം ഈശ്വരൻ്റെയാണ് എന്ന ഭാവത്തോടെ അതിനെ സമീപിക്കണം. നമ്മൾ ലോകത്ത് കാണുന്ന ഏത് വസ്തു, വായു ആയിക്കോട്ടെ, അഗ്നി ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതിനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? നമ്മൾ അതിനെ സമീപിക്കേണ്ട രീതി എന്താണെന്ന് വെച്ചാൽ അതെല്ലാം ഈശ്വരൻ്റെയാണ് എന്ന ഭാവത്തോടെ. ലോകത്തിൻ്റെയും ലോകത്തുള്ള എല്ലാത്തിൻ്റെയും സ്വാമിയായ ഈശ്വരൻ നമുക്ക് ഒന്നും തരില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും? ഒട്ടുമില്ല. തീർച്ചയായിട്ടും ഭഗവാൻ തരും, സംശയിക്കേണ്ട കാര്യമില്ല. കൂട്ടിവെക്കാതെ തനിക്കായി മാത്രം ഭോഗിക്കാതിരിക്കുക, അതിനാണ് ഉത്സാഹം വേണമെന്ന് പറയുന്നത്. ലോകത്ത് ഉത്സാഹമുള്ളവർക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഉത്സാഹമില്ലാത്തവർക്കൊന്നും കിട്ടില്ല. കൂട്ടിവെക്കുക എന്ന് പറയുന്ന സ്വാർത്ഥതയാണ്, അതിന് പാടില്ല. താൻ കൂട്ടിവെക്കുക, തനിക്കായിട്ട് മാത്രം ഭോഗിക്കാനുള്ള ശ്രമം നടത്തുക, അത് പാടില്ല. ലോകത്തുള്ള വസ്തുക്കളോടുള്ള മമത നമ്മൾ കൈവിടുക തന്നെ വേണം. മമതയാണ് ദുഃഖത്തിൻ്റെ മൂലകാരണം എന്ന് ഉപനിഷത്ത്. മമത, എൻ്റേതാക്കാനുള്ള ആഗ്രഹം. ഏതെങ്കിലും ഒരു വസ്തു നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകുന്നു. പക്ഷെ ആ വസ്തു നമ്മളെ കയ്യിലേക്ക് എത്തുമ്പോഴോ നമുക്ക് സുഖം തോന്നുന്നു. പക്ഷെ ഉപനിഷത്ത് പറയുന്നത് അങ്ങനെയല്ല. നമ്മളെ കയ്യിൽ നിന്നൊരു വസ്തു പോകുമ്പോൾ, കൈവിടുമ്പോൾ നമുക്ക് ദുഃഖമല്ല വേണ്ടത്, നമുക്ക് സുഖമാണ് ഉണ്ടാകേണ്ടത് എന്നാണ് പറയുന്നത്. ഈശ്വരൻ നൽകിയത് നമ്മൾ യഥേഷ്ടം ഭോഗിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കർമ്മങ്ങളുടെ ഫലമായി കിട്ടിയതെല്ലാം ഭോഗിക്കാതെ നിർവാഹമില്ല. നിങ്ങൾ ഇന്നത് ഭോഗിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കർമ്മഫലം കൊണ്ടാണ്. നിങ്ങൾ അതിന് യോഗ്യനാണ്. അർഹതപ്പെട്ടതിലും അധികം ലഭിക്കുന്നതിന് വേണ്ടി ദുഷ്കർമ്മങ്ങളിൽ ഏർപ്പെടാതിരിക്കാനാണ് ഒരു നല്ല സാധകൻ ശ്രമിക്കേണ്ടത്. ഈശ്വരൻ നിങ്ങളുടെ അംഗപ്രത്യംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നൊരിക്കലും നമ്മൾ മറക്കരുത്. ഭഗവാൻ തരുന്നു, അത് തനിക്ക് വേണ്ടി മാത്രം കൂട്ടിവെക്കരുത് എന്നുള്ളതിന് പ്രധാന കാരണം എന്താണ്? അങ്ങനെ നമ്മൾ കൂട്ടിവെച്ചാൽ അത് കിട്ടാത്ത എത്രയോ പേര് ഈ ലോകത്തുണ്ട്. ഈ കൂട്ടിവെക്കലാണ് കഷ്ടത്തിന് കാരണം, ദുഃഖത്തിന് കാരണം, ദുരിതങ്ങൾക്ക് കാരണം. ആ ദുരിതത്തിന് നമ്മൾ ഹേതുവാകരുത്, അതിന് നമ്മൾ കാരണക്കാരാകരുത് എന്ന് ഉപനിഷത്ത് നമ്മളെ വീണ്ടും വീണ്ടും പഠിപ്പിക്കുകയാണ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.